ഇച്ചിരി നെയ്യ് ഒഴിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയത് തുടക്കത്തിൽ തന്നെ ഫുള്ള് ഫ്ലോപ്പായി. അപ്പം നമുക്കിന്ന് കുറച്ച് ചെറുപയർ കുതിർത്തതും ഉഴുന്നും അവിലും പിന്നെന്താ റാഗിയും ഇതെല്ലാം കൂടെ അരച്ചുണ്ടാക്കി ഒരു മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. ഹെൽത്ത് മുഖ്യം ബിഗിലേ, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. കുറച്ച് നെയ്യ് ഒഴിക്കാം, നെയ്യും ഹെൽത്തി ആണല്ലോ എന്ന് ഓർത്ത് തുടങ്ങിയതാണ്, പക്ഷെ ഫുൾ തട്ടിപ്പോയി. പിന്നെ എൻ്റെ സ്വന്തം വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ച് കുറച്ച് നെയ്യൊക്കെ മാറ്റി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ ആ സുന്ദരമായ ദോശയുടെ അവസ്ഥ ഇങ്ങനെയായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തന്നെ കാണണ്ടെന്ന് ഓർത്ത് ഞാൻ മൂടി വെച്ചു. എന്തെങ്കിലും ആവട്ടെ. തൊട്ടപ്പുറത്ത് നമ്മൾ കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. തക്കാളിയും പിന്നെ സവാളയൊക്കെ കൂടെ അരച്ച് കടുകൊക്കെ പൊട്ടിച്ചുണ്ടാക്കിയതാണ്. ഇത് കുറച്ച് വെള്ളരിക്ക ജ്യൂസ്. ഞാൻ ആദ്യം ഇത് കുടിക്കും, അതിന് ശേഷമായിരിക്കും നമ്മൾ ഈ റാഗി ചെറുപയർ ദോശയും ചട്നിയും കുറച്ച് കട്ടൻ ചായയും കുടിക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു കൈൻഡ് ഓഫ് ഡയറ്റിലാണ്, പക്ഷെ അത്ര സ്ട്രിക്റ്റ് ഡയറ്റൊന്നും അല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫുഡ് കഴിക്കാം.